ദൃശ്യം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് സിനിമയിലെ കഴിഞ്ഞ 35 ദിവസത്തെ വേൾഡ് വൈഡ്. അതിനു പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരക്ഷൻ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ മൂന്നാമത്തെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് ഇൻസ്റ്റാൾമെന്റ് ആയ ദൃശ്യം 3. നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ സിദ്ദിഖ്, മുരളി ഗോപി എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങൾ. മ്യൂസിക് അനിൽ ജോൺസൺ ആണ്. ചിത്രം കഴിഞ്ഞ മാസം മെയ് 21-നാണ് തിയേറ്റർ റിലീസ് വന്നത്. അതും ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ബർത്ത്ഡേ സമ്മാനം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. നമുക്ക് ദൃശ്യം 2 കാണാൻ സാധിച്ചില്ല, അതുകൊണ്ട് ബിഗ് സ്ക്രീനിൽ ദൃശ്യം 3 കാണാൻ സാധിച്ചു. എന്നാൽ പോലും സിനിമയ്ക്ക് ദൃശ്യം 2-നേക്കാളും നല്ലൊരു അഭിപ്രായം ആയിരുന്നില്ല. ഒരു മിക്സ്ഡ് ആയ അഭിപ്രായങ്ങളാണ് കാണാൻ സാധിച്ച സിനിമയ്ക്ക്. ഇന്ത്യയിലാണേലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്താണേലും ഒരു മിക്സ്ഡ് അഭിപ്രായങ്ങൾ. എന്നാൽ പോലും കേരളത്തിലെ സിനിമയ്ക്ക് മിക്സ്ഡ് ആണേ പോലും സിനിമ നല്ലൊരു കളക്ഷനിലോട്ട് എത്തിയെന്നാണ് എടുത്തു പറയേണ്ടത്. ഓൾമോസ്റ്റ് 100 കോടി എടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ തുടരും സിനിമയുടെ തൊട്ട് താഴെയായിട്ട് സിനിമയുടെ ഫൈനൽ കളക്ഷൻ കാണാൻ സാധിച്ചു. ഇപ്പൊ ഇന്നലെ ബുധനാഴ്ചയായിട്ട് സിനിമ കേരളത്തിൽ 1.30 ലക്ഷം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പല തിയേറ്ററുകളായിട്ട് ഇപ്പോഴും സിനിമ റണ്ണിങ് ചെയ്യുന്നുണ്ട്. OTT റിലീസിന് ശേഷവും OTT റിലീസിന് ശേഷം നടന്ന സംഭവം ഒന്ന് എടുത്ത് പറയണമെന്നുണ്ട്. ലാസ്റ്റ് വീഡിയോന്റെ അവസാനം ചിത്രം ഓൾമോസ്റ്റ് 35 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 90 കോടി 17 ലക്ഷമാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ലോക, അതുപോലെ തന്നെ വാഴ 2, അതുപോലെ തന്നെ നമ്മുടെ തുടരും എന്നീ സിനിമകളെ തൊട്ട് താഴെയായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ദൃശ്യം സിനിമയുടെ ഫൈനൽ കളക്ഷൻ. അതും 2018-നൊക്കെ തകർത്തിട്ട് തന്നെയാണ് നമ്മുടെ ദൃശ്യം 3 നിൽക്കുന്ന നിലവില്. ഇനി സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് 128 കോടി എന്നാണ് കാണാൻ സാധിക്കുന്ന പടത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട്. ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 110 കോടി 35 ലക്ഷത്തിന് മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ഓവർസീസ് ആണോ, വിദേശത്തൊക്കെ ഓൾമോസ്റ്റ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെയായിട്ട് പല റണ്ണിങ്ങും അവസാനിച്ചതാണ്. ഇപ്പോഴും സിനിമയ്ക്ക് 111 കോടി 70 ലക്ഷം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കളക്ഷൻ തന്നെയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 60.36 കോടിയാണ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പലയിടങ്ങളിലും സിനിമ റിലീസിന് കൊണ്ടുവന്നിട്ട് നല്ലൊരു ഹിറ്റ് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സിനിമ സമ്മാനിച്ചത്. നമുക്കറിയാം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 50 കോടി അടുത്ത് ബഡ്ജറ്റ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയുടെ ടോട്ടൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 35 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 239 കോടിയാണ് കാണാൻ സാധിക്കുന്ന പടത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട്. ഇപ്പൊ സിനിമയ്ക്ക് 239 കോടി 70 ലക്ഷമാണ് നമ്മുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര, എമ്പുരാൻ 2, അതിന് തൊട്ട് പിന്നാലെ ആയിട്ട് നമ്മുടെ മഞ്ഞുവൽ ബോയ്സിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ദൃശ്യം 3 സിനിമയുടെ ഫൈനൽ കളക്ഷൻ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് 239 കോടി 70 ലക്ഷമായിട്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾക്കായിട്ട് ഇതുപോലെ റെക്കോർഡ് കളക്ഷനായിട്ട്. ഈ സിനിമയുടെ OTT റിലീസിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം സിനിമയ്ക്ക് OTT റിലീസിന് ശേഷം നല്ല രൂക്ഷമായ ട്രോള് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലപോലെ കുരു പൊട്ടുന്ന പോലത്തെ ട്രോളാണ് കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ. കാരണം ഫാൻ ഫൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സിനിമയെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് ശ്രമിച്ചവർ തിയേറ്റർ റിലീസിന് ശേഷം നല്ലപോലെ മിക്സ്ഡ് വന്നിട്ടാണെങ്കിൽ പോലും എന്നിട്ടും സിനിമ നല്ലപോലെ ഞെട്ടിക്കുന്ന രീതിയിൽ കളക്ഷൻ വാരിയെടുത്ത് മിക്സ്ഡ് അഭിപ്രായങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ദൃശ്യം 3 സിനിമയ്ക്ക്. എന്നാലും OTT റിലീസിന് ശേഷം പലർക്കും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സിനിമ ഇത്രയും നല്ല കളക്ഷൻ എടുത്തു എന്ന രീതിയിൽ. എന്തായാലും കരയുന്നവർ കരയട്ടെ. എന്തായാലും പടത്തിന് നല്ലൊരു കളക്ഷൻ കിട്ടി. ബിസിനസ് ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് 330 കോടി ബിസിനസ് കളക്ഷൻ പോലും പലർക്കും അങ്ങ് സഹിക്കുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. കമന്റിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതൊക്കെ തള്ളാണ്, നമ്പേഴ്സ് വെറുതെ പറയാണ്. എന്തായാലും പടം ഓൾമോസ്റ്റ് 300 കോടിയുടെ മുകളിൽ നേടിയിട്ടുണ്ട്. പക്ഷേ സിനിമയ്ക്ക് ആകെ പറ്റിയൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ സിനിമ ഫുൾ ഒരു പോസിറ്റീവ് ആയിരുന്നെങ്കിൽ സിനിമ ഇപ്പോൾ നമ്മുടെ ലോകേനേക്കാളും കളക്ഷൻ എടുത്തേനെ. കാരണം ഒരു മിക്സ്ഡ് അഭിപ്രായങ്ങൾ കൊണ്ട് മാത്രം ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ സിനിമ 330 കോടി. അപ്പോൾ ആലോചിച്ചൊക്കെ ഫുൾ പോസിറ്റീവ് ആണെങ്കിൽ 400 കോടി ഉറപ്പായിട്ടും നമ്മുടെ ലാലേട്ടൻ എടുത്തിട്ടുണ്ടാവും. ഒരു ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും നമ്മുടെ മലയാളം ഇൻഡസ്ട്രീനെ. എന്തായാലും ആ ഒരു സിനിമ വരും ഒരു കംപ്ലീറ്റ് ഫുൾ ഓൺ പോസിറ്റീവ് ആയിട്ട്. ഇനിയും ജിത്തു ജോസഫിനെ സംബന്ധിച്ച് ഒരു സിനിമ വരുന്നത് ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് റാം എന്ന് പറഞ്ഞ സിനിമ കേൾക്കാൻ സാധിക്കുന്ന ഓൾമോസ്റ്റ് നല്ല ബിഗ് ബഡ്ജറ്റ് പ്രൊഡക്ഷൻ ഹൗസൊക്കെയാണ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉടനായിട്ട് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് അടുത്ത വർഷമൊക്കെ ആയിട്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഒരുപാട് സിനിമ വാർത്തകൾക്കായിട്ട്. അതിന് പക്ഷേ യാതൊരു കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരക്ഷയാണ് കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക്.